റേഷൻ ടോക്സ് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞ ടർബോ, അതായത് ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ വന്നു കഴിഞ്ഞിരിക്കുന്നു. 52 കോടി, അത് 50 കോടി ക്ലബ്ബിൽ ടർബോ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഒഫീഷ്യലായിട്ട് ഉള്ള പോസ്റ്റർ മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ കൂടെയും അതുപോലെ അതിൻ്റെ കേരളത്തിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള വേഫെയർ ഫിലിംസിൻ്റെ പേജിൽ കൂടി അവർ പുറത്ത് വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരട്ടെ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഇത്രയും നേരം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പം മാത്രം ടർബോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ 50 കോടിയാണ് ടർബോ എന്ന് പറയുന്നത്. അതായത് 4 ദിവസം കൊണ്ടാണ് ടർബോ 50 കോടി ക്ലബ്ബിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ടർബോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ടർബോയുടെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം 224 ലേറ്റ് നൈറ്റ് ഷോസ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം 156, മൂന്നാമത്തെ ദിവസം ഏതാണ്ട് 160, നാലാമത്തെ ദിവസം 140+ നൈറ്റ് ഷോസ്, ലേറ്റ് നൈറ്റ് ഷോസ് ആയിരുന്നു ടർബോയ്ക്ക് ഉണ്ടായിരുന്നത്. മാത്രമല്ല അതെല്ലാം കൂടെ മാത്രം വേണ്ടി 700ഓളം ലേറ്റ് നൈറ്റ് ഷോസ് തന്നെ 4 ദിവസമായിട്ട് ടർബോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ടർബോയുടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ 2022 ഒരു ഭീഷ്മപർവവും 2023 ഒരു കണ്ണൂർ സ്ക്വാഡും 2024 2 സിനിമ, അതായത് ഭീഷ്മപർവവും ഇപ്പോൾ ടർബോയിലൂടെയും 50 കോടി ക്ലബ്ബിലെത്തിയിരിക്കുന്നു. അതായത് 50 കോടി സിനിമകളാണ് 3 വർഷത്തിനിടയ്ക്ക് മമ്മൂക്ക. എനിക്ക് തോന്നുന്നു 3 വർഷത്തിനിടയ്ക്ക് തുടർച്ചയായിട്ടുള്ള ഒരു 50 കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള ഒരു മലയാള സിനിമ നടനും ഒരു മലയാള സിനിമ നായകനും മമ്മൂക്ക അല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് തന്നെ പല ആൾക്കാരുടെയും കരച്ചിലാണ് പല ഭാഗത്തുനിന്നും കാണുന്നത്. ഇപ്പം മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്രി, അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാര്യം അതേ ഓരോ ദിവസവും ഈ സിനിമ ഇപ്പം 4 ദിവസം കഴിഞ്ഞു, 4 ദിവസം കൊണ്ട് 52 കോടി ക്ലബ്ബിലെത്തിയിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ 50 കോടി ക്ലബ്ബിലെത്തിയ ഒരു സിനിമയെ അദ്ദേഹം ഇന്നും ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് മമ്മൂക്കയ്ക്ക് ഏതാണ്ട് 20 കോടി നഷ്ടം ഉണ്ടാകുമോ എന്ന് ടർബോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്. കാര്യം അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം വന്നാലും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം വന്നാലും മിക്സഡ് റെസ്പോൺസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം വെറും 4 ദിവസം കൊണ്ട് അത് 50 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു 75 കോടി അല്ലെങ്കിൽ 100-150 കോടി ക്ലബ്ബിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാര്യം ആ രീതിയിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വെറും 4 ദിവസം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. എന്നിട്ടും വീണ്ടും ആ സിനിമ പരാജയപ്പെടുമോ, 20 കോടി നഷ്ടം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ചിരിക്കാനാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് ബാക്കിയുള്ള ന്യൂസുകളും ബാക്കിയുള്ള വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം മമ്മൂക്കയുടെ പുറകെ നടക്കുക. മമ്മൂക്കയുടെ ടർബോ ഓടിയോ, മമ്മൂക്കയുടെ ടർബോ പരാജയപ്പെടുവോ, സിനിമ ഒന്ന് ഓടാൻ അനുവദിക്കുക. ഈ 4 ദിവസം കൊണ്ട് ഇപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കണക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ആ സിനിമ വീഴും. രണ്ടാമത്തെ ദിവസം ഇനി എത്ര വലിയ വെള്ളിയാഴ്ചയാണെങ്കിലും എത്ര വലിയ ശനി, എത്ര വലിയ ഞായറുവാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സിനിമയും പിടിച്ചു നിന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം ഈ 4 ദിവസവും ഒരേപോലെ കളക്ഷൻ നേടി 4ാമത്തെ ദിവസം ഏറ്റവും വലിയ കളക്ഷനോടുകൂടി 52 കോടി ക്ലബ്ബിലേക്ക് എത്തിയിട്ടുള്ള സിനിമയുടെ വിജയം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യകാലത്ത് മമ്മൂക്ക ഒറ്റയ്ക്കുള്ള ഒരു മത്സരമായിരുന്നെങ്കിൽ 1986 മുതൽ ഇങ്ങോട്ട് മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, മലയാള സിനിമയ്ക്ക് ഒരേ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരേ ഒരു ചക്രവർത്തിയുള്ളൂ, അത് മമ്മൂക്ക മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ആൾക്കാർ മമ്മൂക്കയോടൊപ്പം വരുന്നതല്ലാതെ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സിനിമയെന്ന് അദ്ദേഹം തീർത്തും മങ്ങി ഒരു ചിത്രമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. കാര്യം സിനിമകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമുക്ക് തീർത്തു പറയാൻ പറ്റും മലയാള സിനിമയുടെ ചരിത്രത്തിൽ, അതായത് മലയാള സിനിമ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മലയാള സിനിമയിൽ ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ, അത് മമ്മൂക്ക തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു എതിരാളി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ സിനിമയെ കാണാൻ പറ്റുന്നത്. അത് ഞാൻ പറഞ്ഞ് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക്, ഈ വർഷം കൂടെ കൂട്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 3 വർഷത്തിനിടയ്ക്ക് 50 കോടി ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്ന മമ്മൂക്ക ടർബോയിലൂടെ അത് 100 കോടി കഴിയുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ്. ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും 50 കോടി ക്ലബ്ബിൽ ഇപ്പോൾ എത്തി. ഇനി 100 കോടി ക്ലബ്ബിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടർബോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും, അല്ലെങ്കിൽ ഒരു വലിയ വിജയമായി തീരട്ടെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.